നമ്മൾ പരമാവധി ഫേസ് നമ്മൾ പരമാവധി ഒരു സ്ട്രെസ് കൊടുത്തുകൊണ്ട് ആണ് ഇത് ചെയ്യുന്നത്. അപ്പം സ്ട്രെസ് കൊടുക്കുമ്പം ഉള്ളിലേക്ക് ഫേസിലെ മസിൽസ് എല്ലാം വലിച്ചുകൊണ്ട് നല്ല ഒരു സ്ട്രെസ് ഫേസിൽ കൊടുത്തിട്ട് ആ പോസിൽ തന്നെ 10 സെക്കൻഡ് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം സാവധാനം നമ്മുടെ മസിൽസ് റിലീസ് ചെയ്യുക. ഇത് 3 ടൈംസ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ ടൈമില് ഞാനൊന്ന് കാണിക്കാം, അതുപോലെ നിങ്ങൾ ചെയ്യുക. കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ ഫേസ് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ ഒന്ന് കാണിക്കാമോ? സംസാരിച്ചിട്ട് എന്നാലേ കാണുന്നുള്ളൂ. നന്നായിട്ട് ഫേസിലെ മസിൽസ് നമ്മളെ അകത്തോട്ട് വലിച്ച് നന്നായിട്ട് ഫേസിന് സ്ട്രെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. എല്ലാവരും ചെയ്തോളും. 3 ടൈംസ് നമുക്ക് ചെയ്യാം. Release. Again 1. ഒരു പ്രാവശ്യം കൂടി. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ദിവസവും മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചെയ്യുക. 3 ടൈംസ് ചെയ്യുക. 10 സെക്കൻഡ് ഹോൾഡ് പിടിക്കുക. ഈ സ്ട്രെസ് 10 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമ്മുടെ തലയ്ക്കുണ്ട തലവേദന, മറ്റു വേദന, എന്തെങ്കിലും സ്ട്രെസ് നമുക്കുണ്ടെങ്കിൽ അതൊക്കെ കാം ഡൗൺ ചെയ്യാനായിട്ട് ഈ ഫേസ് യോഗ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു 10-15 ദിവസം ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ സെഷനിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു അഹം എന്ന സിനിമയിലെ ഒരു ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങൾക്കൊന്ന് ചൊല്ലി കേൾപ്പിക്കാം. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, എന്നെ ഞാനാക്കി ഭൂമിയിൽ വന്നവതാരമെടുക്കാൻ എനിക്കുന്നു പാതിമെയ്യായ പിതാവിനു, പിന്നതിൽ പാതിമെയ്യായ മാതാവിനു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. അപ്പം നമ്മൾ നന്ദി ആരോടൊക്കെയാണ് ചൊല്ലേണ്ടത്? അപ്പൊ നമ്മളെ ഈ നിലയിൽ എത്തിച്ച മാതാവുണ്ട്. എന്തേലും പറയുന്നുണ്ടോ? ഇല്ല. നമ്മള് നന്ദി പറയേണ്ടവരാണ്. ഇനി നമ്മൾ വളർത്തേണ്ട നമ്മുടെ കുട്ടികളുണ്ട്. അവരെ നമ്മൾ എങ്ങനെ വളർത്തണം? ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു സംഭവം ടീച്ചർക്ക് പറയാൻ പറ്റുമോ? ജീവിതത്തിൽ ഏറ്റവും ആയ ഒരു സംഭവം. അതായത് നമ്മുടെ നവോദയ സ്കൂളിൽ ആക്കിയതിന് ശേഷം തിരിച്ച് ഫസ്റ്റ് ടൈം അവരെ കാണാൻ ചെല്ലുന്ന ഒരു നിമിഷമുണ്ട്. അവരെ ആക്കിയതിന് ശേഷം തിരിച്ച് ആദ്യമായിട്ടൊന്ന് കാണാൻ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ വിട്ടുപിരിഞ്ഞതിന്റെ ആ വേദനയും ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു സന്തോഷം, അത് നമുക്ക് മറക്കാൻ. ശരിയാണ്. അതുപോലെ നമ്മുടെ ആദ്യ കുട്ടി ജനിക്കുമ്പോൾ ആ മുഖം കാണുമ്പോൾ നമ്മളൊക്കെ ഏറെ സന്തോഷിക്കും, അല്ലേ? ഒരമ്മയാകുമ്പോൾ അല്ലെങ്കിൽ ഒരച്ഛനാകുമ്പോൾ
നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അല്ലേ? അപ്പൊ നമ്മുടെ മാതാപിതാക്കന്മാരുടെ സ്നേഹം നമ്മൾ കൂടുതൽ അറിയുന്നത്, അവരെത്രമാത്രം നമ്മെ സ്നേഹിച്ചു, അവരെന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന നമ്മള് ഒരമ്മ അല്ലെങ്കിൽ ഒരച്ഛനാകുന്ന ഒരു സന്ദർഭത്തിലാണ്. ഇപ്പൊ നമ്മൾ എന്താണ് ഒരു കുട്ടിയെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കാം? അവനെ പഠിപ്പിച്ച് വലിയ മിടുക്കനാക്കി വളർത്തി വലുതാക്കണം. ഒരു നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകണം. അതെ, ശരിയാണ് ശരിയാണ്. അപ്പം അവന് എങ്ങനെ നല്ല കുട്ടിയായി വളർത്തണം, അവന് എങ്ങനെ മറ്റുള്ളവരുടെ മുന്നില് അവൻ എങ്ങനെ പെരുമാറണം, അവന് എങ്ങനെയാണ് ബഹുമാനം കാണിക്കേണ്ടത്, എങ്ങനെ അവനെ അച്ചടക്കത്തോടെ വളർത്തണം, അങ്ങനെ പലവിധ ചിന്തകളാവും നമ്മുടെ മനസ്സില്. ആദ്യം 5 വയസ്സ് വരെ രാജാവിനെ പോലെ വളർത്തണം എന്നാണ് പറയുന്നത് അല്ലെ? രാജാവായിട്ട് നമ്മൾ വളർത്തണം അല്ലെ? ഒരു രാജാവിനെ എങ്ങനെ വളർത്തുന്നു അതുപോലെ ഒരു കുട്ടിയെ വളർത്തണം. അത് കഴിയുമ്പോൾ നമ്മൾ സങ്കീർണതകളിലേക്ക് പോവുകയാണ് അല്ലെ? അവന്റെ കുസൃതിത്തരങ്ങൾ തുടങ്ങും. അപ്പം ഇപ്പോഴത്തെ കാലത്ത് പറയുവാണെങ്കിൽ കുട്ടിയെ വളർത്താൻ നമ്മൾ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകും അല്ലെ? കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. എങ്ങനാണ് അല്ലെ? നമ്മൾ അവരുടെ ഉപദേശം തേടും, കുട്ടിയെ എങ്ങനെ വളർത്തണം, അവന്റെ കുസൃതിത്തരങ്ങള് എങ്ങനെ നമ്മൾ അതിനെ നേരിടും. ഇതിനൊക്കെ വേണ്ടി ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പോകുന്നതാണ് സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത്. അപ്പൊ ഇങ്ങനെ കുട്ടികളെ വളർത്തുന്ന ഒരു സാഹചര്യത്തില് അവൻ കാണിക്കുന്ന കുസൃതികള്, ദുശാഠ്യങ്ങള്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്? നമ്മൾ അവരെ ശിക്ഷിക്കാറുണ്ടല്ലേ? കുട്ടികൾ കുസൃതി കാണിക്കുമ്പോൾ നമ്മൾ അവരെ ശിക്ഷിക്കും. അപ്പൊ ആ ശിക്ഷണ എങ്ങനെയായിരിക്കണം? ആ ശിക്ഷണ എങ്ങനെ ആയിരിക്കണം? ഒന്നെങ്കിൽ നമുക്ക് അവരെ സ്നേഹത്തോടെ അവരുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ചെറിയ ശിക്ഷണം കൊടുക്കാം. അവരെ മുറിയിൽ ലോക്ക് ചെയ്തിടുന്നത് അത് ശരിയായിരിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു നടപടി ശരിയാവില്ല. അതുപോലെ നമ്മള് അവരുടെ സമീപനങ്ങളിലുള്ള നമ്മുടെ സമീപനങ്ങളിലുള്ള മാറ്റം, അതായത് നമ്മൾ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ തെറ്റവര് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അവർക്ക് മാതൃകയായിട്ട് പെരുമാറണം അല്ലെ? നമ്മള് ഇപ്പൊ കുട്ടികളോട് പറയുവാണ്, കള്ളം പറയരുത്, നമ്മളൊക്കെ പറയാറുണ്ട് കള്ളം പറയരുത്. നമ്മൾ യാത്ര പോവുക, അവരുടെ അടുത്തേക്ക് യാത്ര പോവുക. ഇപ്പൊ നമ്മള് കോട്ടയത്തേക്കാ പോകുന്നെങ്കിൽ പറയും, ഇത് ഇവിടം വരെ കാഞ്ഞിരപ്പള്ളി വരെ പോവാണ്. നമ്മൾ അവരുടെ മുന്നിൽ വെച്ചാണ് ഈ കള്ളം പറയുന്നത് അല്ലെ? തീർച്ചയായിട്ടും നമ്മള് അവരെ മാതാപിതാക്കളായിട്ട് തന്നെ അവർക്ക് നമ്മൾ മാതൃകയായിട്ട് തന്നെ പെരുമാറണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ അച്ചടക്കത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ അവരുടെ എല്ലാ പോസിറ്റീവ് ഫീഡ്ബാക്സിനും നമ്മൾ അഭിനന്ദനങ്ങൾ നൽകണം. കുട്ടികൾ മാർക്ക് വാങ്ങിയാല് അല്ലെങ്കിൽ അവരൊരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാല് തീർച്ചയായിട്ടും നമ്മൾ അവരെ അഭിനന്ദിക്കണം. അഭിനന്ദനങ്ങൾ നല്ല ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അതുപോലെ അവര് അത്തരം അർഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവരെ നമുക്ക് ചേർത്ത് നിർത്തി തലോടാം. അങ്ങനെ അവരുടെ ആ പോസിറ്റീവ്സിനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പൊ എൻ്റെ മോന്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്. അവന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരുന്നു, വളരെ മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. അപ്പൊ അവനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്
അപ്പം ഞാൻ സ്കൂള് തുറക്കാൻ പോവാണ്. അപ്പൊ എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ പറയും, മോനെ ഇത്തവണ നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കണം, മോനെ ഒന്ന് പിടിച്ചെഴുതണം എന്ന് പറയും. അപ്പൊ ആ 4ാം ക്ലാസ്സിൽ കയറിയ വർഷം അവന് ബുക്കിൽ എഴുതിക്കൊണ്ട് വന്നു. അപ്പം എന്നെ കൊണ്ട് കാണിച്ചു, അമ്മ അത് ഞാൻ എഴുതിയതാണ് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് മോൻ എഴുതിയതാണോ അതോ മോന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എഴുതി തന്നതാണോ എന്ന് ചോദിച്ചു. അല്ലമ്മ, ഞാന് ഇപ്പൊ തന്നെ എഴുതി കാണിക്കാം, ഇത്തവണ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവൻ തന്നെ എഴുതിയതായിരുന്നു, എന്റെ മുന്നിൽ വെച്ച് തന്നെ അവൻ എഴുതി കാണിച്ചു. എന്നാൽ അത്ര മെച്ചപ്പെട്ടതല്ല എങ്കിലും പഴയതിനേക്കാൾ നല്ല ഒരു ഹാൻഡ് റൈറ്റിംഗിലേക്ക് അവൻ വന്നു. അപ്പൊ അതുപോലെ അവനെ മുന്നോട്ട് നല്ല ഒരു പഴയതിനേക്കാൾ നല്ല ഒരു മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് വരാൻ സാധിച്ചു. അപ്പൊ എനിക്ക് അത് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം. കാരണം ഇവന്റെ അക്ഷരം ഒരു ടീച്ചേഴ്സിനും വായിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പൊ അത്തരത്തില് നമ്മൾ കുട്ടികളെ അഭിനന്ദനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ കഴിവുകള്, പോസിറ്റീവായിട്ടുള്ള കഴിവുകള് കൂട്ടാനും നെഗറ്റീവ്സ് കുറച്ച് കൊണ്ടുവരാനും സാധിക്കും. അതുപോലെ വിട്ടുവീഴ്ചയില്ലായ്മയും വഴങ്ങിക്കൊടുക്കലും. ഇപ്പൊ കുട്ടികള് ശാഠ്യം പിടിക്കാറുണ്ട് നമ്മളുടെ അടുത്ത്. ഇപ്പൊ ഒരു അവരുടെ ഓരോ ആവശ്യങ്ങളും വരുമ്പോൾ അവര് നമ്മളോട് ശാഠ്യം പിടിക്കും. കൂടുതലും മാതാവിന്റെ അടുത്തായിരിക്കും, അമ്മയുടെ അടുത്തായിരിക്കും ശാഠ്യം പിടിക്കുന്നത്. അച്ഛന്മാരത്ര അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാറില്ല. അപ്പം നമ്മള് അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ കൂടി വരും. അപ്പൊ നമ്മള് അവരോട് ഒരു കർശന നിലപാടെടുത്താല് നമ്മൾ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഇപ്പൊ ഇന്ന സാധനം വാങ്ങിച്ചു തരികയില്ല, അല്ലെങ്കിൽ നീ ഇന്നത് ചെയ്താലേ ഞാൻ ഇത് തരികയുള്ളൂ എന്ന് പറഞ്ഞാല് നമ്മൾ ആ നിലപാടിൽ തന്നെ ഉറച്ചിരിക്കണം. ഒരിക്കലും ഞങ്ങളൊരു വിവാഹത്തിന്റെ റിസപ്ഷൻ പാർട്ടിക്ക് പോയതാണ്. അപ്പോഴ് ഒരു ഫാമിലി, വേറൊരു ഫാമിലി അടുത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ അതിലെ 2 കുട്ടികളുണ്ട്. അപ്പൊ ഒരു കുട്ടി മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, ഒരാളാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുമില്ല, ഓടി നടക്കുകയാണ്. അവരുടെ പേരൻസ് പിടിച്ചു കൊണ്ടുവന്നിരുത്തിയിട്ട് ഇവൻ കഴിക്കുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു, അതിലെ ഡെസേർട്ട് ഐറ്റംസ് ഒന്നും നിനക്ക് എടുത്ത് തരത്തില്ല, നീ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഡെസേർട്ട് ഐറ്റംസ് ഒന്നും നിനക്ക് തരത്തില്ല. അപ്പൊ ഇളയ കുട്ടിയാണിരുന്നു ഫുഡ് കഴിച്ചത്. അവൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഇവൻ എത്ര നിർബന്ധിച്ചിട്ടും ഈ കുട്ടി വരുന്നില്ല. അവന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവന് ഡെസേർട്ട് ഐറ്റംസ് ഒന്നും കൊടുത്തില്ല, മറ്റേ കുട്ടി കഴിക്കുകയും ചെയ്തു. അപ്പൊ എനിക്കിത് കണ്ടപ്പോ ഒരു വിഷമം തോന്നി. അവന് കൊതിയോടെയാണ് ഇരിക്കുന്നത്, പക്ഷെ അവന്റെ അമ്മ ഒരു ഐറ്റം പോലും അവന് കൊടുത്തില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മളൊരു പിന്നെ ഒരു പാർട്ടിക്ക് പോയാല് പിന്നെ ഒരു അവസരത്തിൽ അവൻ അതൊരു പാഠമായിരിക്കുക തന്നെ ചെയ്യും. അവന് അറിയാം അമ്മ ഒരു കർശന നിലപാട് എടുത്തിട്ടുണ്ട്, അമ്മ അതിൽ നിന്നും വ്യതിചലിക്കില്ല എന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഒരു അച്ഛനും അമ്മയും കൂടെ ഒരു തീരുമാനം എടുത്താല് 2 പേരും അതിൽ തന്നെ ഉറച്ചിരിക്കണം. അതായത് കുട്ടികളുടെ കാര്യത്തില് ഇപ്പൊ കുട്ടികൾക്കൊക്കെ പെറ്റ്സിനെ വളർത്താൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ എന്റെ മോന് ഒരിക്കല് അവന് ഒരു ഡോഗിനെ വേണം. ഒരു പരീക്ഷ എടുക്കുന്ന സമയമാണ്, 10ാം ക്ലാസ്സിലെ പരീക്ഷ എടുക്കുന്ന സമയമാണ്. അപ്പൊ അവൻ പറഞ്ഞു, മോനെ എനിക്ക് അമ്മ എനിക്ക് ഡോഗിനെ മേടിച്ചു തരുമോ, അത് ലാബ് ഡോഗ് വേണം. ഞാൻ പറഞ്ഞു, മോനെ മേടിച്ചു തരാമോ, പരീക്ഷ കഴിയട്ടെ. അപ്പൊ 2 പരീക്ഷയും കൂടെ നിൽക്കുവാണ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, വീണ്ടും എന്നെ ഓർമ്മ ഇരിക്കുവാണ്, എനിക്ക് പട്ടിയെ മേടിച്ചു തരണം അമ്മ. ടൈം ഓവർ ആയോ? ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. 15 മിനിറ്റ് ആയി. മാഡം കണ്ടിന്യൂ ചെയ്തോളൂ. 15 മിനിറ്റ് ആയി, നമ്മൾ ടൈം സെറ്റ് ചെയ്ത് 15 മിനിറ്റ് ആയി. കുഴപ്പമില്ല, നോ പ്രോബ്ലം മാഡം, അത് കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, മീറ്റിംഗ് ഒരു 6 മിനിറ്റേ കാണത്തോളൂ. കട്ടായാൽ ഇതേ ഐഡിയിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. അവൻ എന്നോട് നിർബന്ധം പിടിച്ചോണ്ടേയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പരീക്ഷ കഴിയട്ടെ, വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ അച്ഛന് ആ നിലപാടിൽ നിന്ന് മാറി. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, വേണ്ട, പട്ടിയെ മേടിച്ചു കൊടുക്കണ്ട, ഇതിനെ നോക്കാൻ ആരുമില്ല
പക്ഷെ പരീക്ഷ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് പട്ടിയെ മേടിച്ചു കൊടുക്കുന്നില്ല. ഇവൻ ഭയങ്കര വഴക്കാണ്, ഭയങ്കര നിർബന്ധമാണ്. അവസാനം ഞാൻ പിന്നെ അവന്റെ അച്ഛനുമായിട്ട് കുറെ സംസാരിച്ചതിന് ശേഷം ഈ ഇതിനെ മേടിച്ചു കൊടുത്തു. അപ്പോഴാണ് അവന് സന്തോഷമായത്. അപ്പൊ നമ്മള് കുട്ടികൾക്ക് ഒരു വാക്ക് കൊടുത്താല്, അത് മാതാവും പിതാവും കൂടെ ഒരുമിച്ച് ഒരു നിലപാടെടുത്താല് നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഇപ്പൊ കുട്ടികളെ വളർത്തുന്ന കുറച്ച് ടിപ്സാണ് എനിക്ക് പറയാൻ പറ്റിയത്. നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തുക, അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്തേ. താങ്ക് യു. താങ്ക് യു ബീന മാം. Thank you, Bina.